ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുടലിനകത്തെ കോടിക്കണക്കിന് അണുക്കൾ, ഈ അണുക്കൾ ബാലൻസിലല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം തകരാറിലേക്ക് പോകും. നമ്മളുടെ കുടൽ എന്ന് പറയുന്നത് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ഒരു അവയവം മാത്രമല്ല, അതിനകത്ത് ഒരുപാട് അണുക്കളുണ്ട്. ഇതിനെ മൈക്രോബയോം എന്ന് പറയും. സത്യത്തിൽ ഈ അണുക്കൾ നമ്മുടെ തലച്ചോറിനോട് സംസാരിക്കുന്നുണ്ട്, ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി നിയന്ത്രിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ കുടലും ഹൃദയവും ചേർന്നിട്ടുള്ള ഒരു അച്ചുതണ്ട് എന്ന് പറയും, ഗട്ട് ഹാർട്ട് ആക്സിസ്. ഈ അണുക്കൾ കൃത്യമായ ബാലൻസിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് ഒരുപാട് കുറയും, പ്രതിരോധ ശക്തി ഒരുപാട് കൂടുന്നുണ്ട്, അതുപോലെ BP കുറയുന്നുണ്ട്, കൊളസ്ട്രോൾ കൺട്രോളിലേക്ക് മാറുന്നുണ്ട്. എന്നാൽ ഈ അണുക്കളുടെ ബാലൻസ് തെറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ബയോസിസ് എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ശരീരത്തിലേക്ക് ഒരുപാട് കെമിക്കൽസ് പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെ വരുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് TMAO, ട്രൈമിഥൈലമീൻ N ഓക്സൈഡ് എന്ന് പറയും. ഇതെങ്ങനെ സംഭവിക്കും നമ്മൾ നോക്കാം. നമ്മൾ കുറച്ച് ഇറച്ചി കഴിച്ചു അല്ലെങ്കിൽ ഒരു മുട്ട കഴിച്ചു, കുടലിനകത്ത് ബാക്ടീരിയകൾ ഒരു ബാലൻസിലല്ലെങ്കിൽ ഈ ഭക്ഷണത്തിനകത്തെ ന്യൂട്രിയൻസിനെ TMA എന്ന് പറയുന്ന ഒരു കെമിക്കലാക്കി മാറ്റും. തുടർന്ന് കരൾ ഇതിനെ TMAO ആക്കി മാറ്റുകയാണ്. ഈ TMAO വളരെ അപകടമാണ്. രക്തധമനികളുടെ കട്ടി കൂട്ടുന്നുണ്ട്, അതുപോലെ രക്തം ക്ലോട്ട് ആവാനുള്ള റിസ്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കൂട്ടുന്നുണ്ട്, സ്ട്രോക്കിന്റെ റിസ്ക് കൂട്ടുന്നുണ്ട്. ഈ കെമിക്കൽ മാത്രമല്ല പ്രശ്നം കേട്ടോ. ഇതുപോലുള്ള അണുക്കൾ ചെയ്യുന്ന മറ്റൊരു അപകടം എന്താ വെച്ചാൽ കുടലിനകത്ത് ലീക്കേജ് ഉണ്ടാക്കുന്നുണ്ട്, BP കൺട്രോൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇത് നമുക്ക് വേറെ രീതിയിൽ ആലോചിക്കാം. ഒരു അണക്കെട്ട്, അതിനകത്ത് വെള്ളത്തിന് ലീക്ക് വന്നാൽ എത്രത്തോളം അപകടം ഉണ്ടാവും. ഇതുപോലെയാണ്. ഇപ്പോ നിങ്ങളിൽ പലരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുടലിനകത്തെ ബാക്ടീരിയകളുടെ ബാലൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അതിന് 5 മാർഗങ്ങളുണ്ട്. ഒന്ന്, എപ്പോഴും വയറിനകത്ത് വല്ലാത്ത ഗ്യാസും ബ്ലോട്ടിങ്ങും അനുഭവപ്പെടുക. രണ്ടാമത്തത്, മധുരത്തോടുള്ള അമിതമായ താല്പര്യം, അതുപോലെ എപ്പോഴും വിശന്നുകൊണ്ടിരിക്കുക. മൂന്നാമത്തത്, ക്ഷീണം, അതുപോലെ തന്നെ ബ്രെയിൻ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നാം. നാലാമത്തത്, ബ്രഷ് ചെയ്താൽ പോലും വായ്നാറ്റം. അഞ്ചാമത്തത്, വിയർപ്പിനൊരു ദുർഗന്ധം വരിക. ഇനി നമുക്ക് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. എന്ന് വെച്ചാൽ കുടലിലെ ഈ അണുക്കളുടെ ബാലൻസ് നിലനിർത്തുകയാണെങ്കിൽ ഹാർട്ടും ഓട്ടോമാറ്റിക്കലി സേഫ് ആണ്. ഒന്നാമത്തത്, നല്ല ബാക്ടീരിയകളെ സഹായിക്കുന്ന ഭക്ഷണം കഴിക്കാം. അതിനകത്ത് നാരുകളുള്ള ഭക്ഷണം, അതുപോലെ ഫെർമെന്റഡ് ഫുഡുകൾ, തൈര്, യോഗട്ട്, ഓട്സ്, നേന്ത്രപ്പഴം, ഉള്ളി, ഇലക്കറികൾ. രണ്ടാമത്തേതായിട്ട് അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, റെഡ് മീറ്റ് കുറയ്ക്കുക, ആർട്ടിഫിഷ്യൽ ഷുഗറുകൾ കഴിയുന്നത്ര ഒഴിവാക്കുക. മൂന്നാമത്തത്, സ്ലീപ്പ്, ഉറക്കം, സ്ട്രെസ് കുറയ്ക്കുക, സൂര്യപ്രകാശം നന്നായിട്ട് കൊള്ളുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് റിസർച്ചിലൂടെയും പഠനങ്ങളിലൂടെയും ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയതും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. 30 ഗ്രാമോളം ഫൈബർ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിൽ എത്തിയിരിക്കണം. പ്രോബയോട്ടിക്കുകൾ കഴിക്കുന്നത് പതിവാക്കണം. ഇത്തരം കൊച്ചു കൊച്ചു മാറ്റങ്ങളിലൂടെ ഗംഭീരമായ രീതിയിൽ ഹൃദയത്തിന്റെ ആരോഗ്യം നമുക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും.